എല്ലാവരും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. പൈസ ശരിയാകാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ 2 days ബാക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ. ഇതാണ് ആ വീഡിയോ. എൻ്റെ മകളുടെ ഓപ്പറേഷൻ ഡേറ്റായി. ഇങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ മകൾക്ക് വയ്യ, പനിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. പൈസ ശരിയാകാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സഹായിക്കണം. എൻ്റെ മകളാണ് എൻ്റെ ജീവനെന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ എൻ്റെ മകളുടെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു നിവൃത്തി ഇല്ലാണ്ടാകുമ്പോൾ വല്ലാത്തൊരവസ്ഥ. ഇനിയും ദിവസങ്ങളില്ല. ഈ മാസം ചെയ്യേണ്ടതായിരുന്നു. ഈ മാസം 27-ന് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. ഉണ്ണിയപ്പം കച്ചവടം മാത്രമേ ഉള്ളൂ എനിക്ക് വരുമാനം എന്ന് പറയാനായിട്ട്. ഇനി 1-ാം തീയതി മുതൽ ഇനിയും ടെൻഷനാണ്. കാരണം അത് വേഗം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എല്ലാവർക്കും ഒരു വിഷമം ഫീൽ ചെയ്തില്ലേ? പാവം ഒരു കുഞ്ഞുമോളുടെ സർജറിക്ക് വേണ്ടി അതിൻ്റെ അമ്മ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് യാചിക്കുന്ന പോലെ എല്ലാവർക്കും തോന്നിയില്ലേ? ഇതേ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കും ഉണ്ടായത്. പക്ഷേ ഇവർ ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് കുട്ടീൻ്റെ അസുഖം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് സർജറി, എന്ത് സർജറിയാണ്, എന്താണ് പ്രശ്നം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സർജറി ഉണ്ട്, പൈസ തികഞ്ഞിട്ടില്ല, 27-ാം തീയതി ചെയ്യേണ്ടതായിരുന്നു, പൈസ തികയാത്തത് കാരണമാണ് ചെയ്യാത്തത് എന്നാണ് പുള്ളിക്കാരി ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആസ് എ വ്യൂവർ എന്താണ് ഈ ഒരു അസുഖം, എന്തിനുള്ള സർജറിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കമൻറ്റ്. എന്താണ് അസുഖം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ എന്താണെന്ന് നമുക്ക് വ്യൂവേഴ്സിന് അറിയാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരൻ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും കയറി നോക്കി, നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തതുകൊണ്ട് പിന്നെയും കയറി നോക്കി കമൻറ്റിന് വല്ല റിപ്ലൈയും വന്നിട്ടുണ്ടോയെന്ന്. ഒരു റിപ്ലൈയും വന്നിട്ടില്ല. പക്ഷേ ഞാൻ കമൻറ്റ് ഇട്ടതിന് ശേഷം വരുന്ന ഒരുപാട്, ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ്. അത്യാവശ്യം 1 lakh above സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും ഉള്ളൊരു ചാനലാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ. അവർ വന്നിട്ട് അക്കൗണ്ട് നമ്പർ തരുമോ, ആ അക്കൗണ്ട് നമ്പർ വർക്ക് ആവുന്നില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിൻ്റെ അടിയിലേക്ക് ഇവർ മറുപടിയായിട്ട് കമൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഞാനും അതുപോലെ 2-3 പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് കുട്ടീൻ്റെ അസുഖം. പുതിയ വ്യൂവേഴ്സ് ആകുമ്പോൾ ചോദിക്കുമല്ലോ എന്താണ് അസുഖം, എന്താണ് സർജറി. പക്ഷെ അതിനൊന്നും ഇവർ ഒരു മറുപടിയും തന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇവരെന്താ മറുപടി ഒന്നും തരാതെ? പോട്ടെ, ഇനി പറയാനുള്ളൊരു മടി കൊണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് എന്താണ് മോളുടെ അസുഖം എന്ന് പറയാനുള്ള മടി കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എനിക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് കുട്ടീൻ്റെ സർജറി. കാരണം കാണുമ്പോൾ നമുക്ക് അറിയാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇവർ തന്നിരിക്കുന്നതിനകത്ത് കാണിച്ചിട്ടുള്ളൊരു കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് വർക്ക് ആവുന്നില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി അവരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് ഫുള്ള് വായിച്ച് നോക്കിയ സമയത്ത് അവരുടെ ഹസ്ബൻഡിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട്, ഹസ്ബൻഡിൻ്റെ GPay നമ്പറാണെന്ന് പറഞ്ഞിട്ട് വേറൊരു നമ്പർ അതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ നമ്പർ എടുത്ത് അതിനകത്തൊന്ന് വാട്സപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് മറുപടിയും തന്നു. ഇവരുടെ ഹസ്ബൻഡ് ആണെന്നാണ് പറയുന്നത്. ധന്യ എന്നാണ് ഈ ഒരു ലേഡീൻ്റെ പേര്. ഇവരുടെ ഹസ്ബൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു വോയിസ് ആണിത്. ഞാനിവിടെ പ്ലേ ചെയ്യാം. മോൾക്ക് ഹാർട്ടിലെ ഹോളാണേ, ചെറിയ സർജറി പറഞ്ഞിട്ടായിരുന്നു, ലേറ്റായി. ഓക്കെ, കുട്ടീൻ്റെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, എനിക്ക് മനസ്സിലായി. കുട്ടീൻ്റെ ഹാർട്ട് റിലേറ്റഡ് സർജറി ആണെന്ന് മനസ്സിലായി. ഞാൻ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയ സമയത്ത് ഇവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്? ഇനി ഒരുപാട് പേര് ഇങ്ങനെ നെഗറ്റീവ്, പക്ഷേ നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. എല്ലാം പോസിറ്റീവ് കമൻസാണ്. എല്ലാവരും കുട്ടീനെ സഹായിക്കൂ, ഏതാണ് അക്കൗണ്ട് നമ്പർ പറയൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന കമൻസാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും ഇവരെന്തിന് ഈ ഒരു കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു? അതെൻ്റെ മനസ്സിലൊരു ഡൗട്ടായിട്ടോ. പിന്നെ ഞാൻ പോട്ടെ, വീഡിയോ ഒന്നും ചെയ്യണ്ട, ഒരു കുട്ടീൻ്റെ സർജറിൻ്റെ കാര്യം ഇനി ഈ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എന്നെ ചിത്രീകരിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഇവർ ഒരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടേക്കുന്നു. ഇതാണ് ആ പോസ്റ്റ്.
എല്ലാവരും വായിച്ചല്ലോ. സർജറി തികച്ചും സൗജന്യമാണ്. പക്ഷെ പൈസ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനുള്ള ചിലവും അതുപോലെ ഫുഡ് എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ സഹായിക്കണേന്ന് പറഞ്ഞത്. പക്ഷെ ആദ്യത്തെ വീഡിയോയിൽ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്, മോളുടെ സർജറിയാണ്, പൈസ തികയാത്തത് കൊണ്ട് 27-ാം തീയതി ചെയ്യേണ്ട സർജറി ആയിരുന്നു, പൈസ തികയാത്തത് കൊണ്ടാണ് സർജറി നീണ്ടു പോകുന്നതെന്ന്. ഒന്ന് ആലോചിക്കണേ, സർജറി തികച്ചും ഫ്രീ ആണ്. അവിടെ പോയി നിൽക്കാനുള്ള ചെറിയൊരു എക്സ്പെൻസ് ആണ് ഇവരുടെ കയ്യിലില്ലാത്തത്. ഇനി ഇവരുടെ ഫാമിലിയിലേക്ക് നോക്കുകയാണെങ്കിൽ, ധന്യ എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. ഇവർ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ചാനലാണ്, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചാനലാണ്. ഞാൻ ഇത്രയും വ്യൂസ് വരെയുള്ള ചാനലാണ് ഇവർ. ഇതിൽ നിന്ന് തന്നെ ഇവർക്ക് മാസം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇവരൊരു ചെറിയൊരു സംരംഭം കൂടിയാണ്. ഇവർ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ബിസിനസ് കൂടിയുണ്ട്. പിന്നെ ഭർത്താവില്ലാത്തൊരു സ്ത്രീ അല്ല ഇവർ. ഇവർക്ക് ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ നമ്പറാണ് ഇവർ GPay നമ്പറായിട്ട് വെച്ചിട്ടുള്ളത്. ഇവർക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല, അത് കൂടാതെ 2-3 ചാനലുണ്ട്. വേറൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ അതല്ലാതെ ഇവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉള്ള വേറൊരു ചാനലുണ്ട്. ഇതാണ് മെയിൻ ചാനൽ. ഈ ഒരു വീഡിയോ ഇട്ട പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് മെയിൻ ചാനൽ. 1 lakh above സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നല്ല വ്യൂസ് ഉള്ള ചാനലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. യൂട്യൂബ് വരുമാനം തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അത് പോരായിട്ട് സ്വന്തം ഒരു ബിസിനസ്സും ഉണ്ട്, ചെറിയൊരു ബിസിനസ്, വലിയ ആനച്ചക്ക ബിസിനസ്സും ഒന്നുമല്ല, ചെറിയൊരു ബിസിനസ് ഉണ്ട്. എന്നിട്ടാണ് ഈ സർജറി, ഈ ഹാർട്ട് റിലേറ്റഡ് സർജറി ഒക്കെ, എന്തായാലും ഇന്ന് പറയുന്ന സർജറി അല്ലല്ലോ മോക്ക് നാളെ പോയിട്ട് സർജറി ചെയ്യണം അല്ല. എനിക്ക് തോന്നുന്നു ഈ ഹാർട്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കുഞ്ഞുനാളിൽ തൊട്ടേ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് ഒരു ഇത്ര വയസ്സാകുന്ന സമയത്ത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഇവർക്ക് മുന്നേ അറിയാവുന്ന കാര്യമാണ്. സർജറി ആണെങ്കിൽ തികച്ചും ഫ്രീ ആണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ 27-ാം തീയതി ചെയ്യേണ്ട സർജറി ആയിരുന്നു. അപ്പോൾ അവർക്ക് മകളുടെ സർജറി റിലേറ്റഡ് കാര്യത്തിൽ അത്രയും ശ്രദ്ധയുള്ളൂ. നിങ്ങൾ ഈ കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്തു? എന്നിട്ട് ഇപ്പം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ചിലവിന് വേണ്ടി പൈസ ചോദിക്കുകയാണ്. ഒരു ഫേക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ചില ഉടായ്പകൾ എനിക്ക് ഫീൽ ചെയ്തു. ആദ്യം കാര്യം എന്താണ് സർജറി എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വന്നിട്ട് സർജറി ഫ്രീ ആണ്, എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് പൈസ എന്ന് ചോദിക്കുന്നത്. മൊത്തത്തിൽ എനിക്കൊരു ഉടായ്പ ഫീൽ ചെയ്തു. ഇതേ ഉടായ്പ എന്നെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഉടായ്പ ഫീൽ ചെയ്യുന്നുണ്ട്, ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇവരുടെ വീഡിയോസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇവർ മെയിനായിട്ടും ചെയ്യുന്നത്, ഇവരൊരു ഹിന്ദു ലേഡിയാണ്, ഒരു ഹിന്ദു യുവതിയാണ്. ഇവർ മതം മാറിയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഹിന്ദു മതവിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന വീഡിയോസിൽ, ഇവരുടെ ഈ ഒരു മെയിൻ ചാനലിൽ ചെയ്യുന്ന വീഡിയോസിൽ ഒരു 85% വീഡിയോസും മറ്റൊരു സമുദായത്തിലെ കാര്യങ്ങളെ പറ്റിയാണ്. മറ്റൊരു സമുദായത്തെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് മറ്റൊരു സമുദായത്തിലെ ആൾക്കാരെ കൂട്ടാനുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്കും പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും സെയിം കാര്യം തന്നെ ഫീൽ ചെയ്യും. ഞാൻ പുള്ളിക്കാരനെ കുറ്റം പറയുന്നൊന്നുമല്ല, അത് ഓരോരുത്തരുടെ സ്ട്രാറ്റജി ആയിരിക്കും, അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സെൻറ്റിമെൻ്റൽ സീനൊക്കെ ഇറക്കി പൈസ തട്ടാനുള്ളൊരു അടവാണോ എന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ഒരു കുഞ്ഞുമോളുടെ സർജറി റിലേറ്റഡ് കാര്യമാണല്ലോ, വെറുതെ എന്തിനാണ്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. പക്ഷേ ഇതും കൂടി കണ്ട സമയത്ത്, ഈ ഒരു സെക്കൻഡ് കമ്മ്യൂണിറ്റി പോസ്റ്റ് കൂടി കണ്ട സമയത്ത് എനിക്ക് ഉടായ്പ 100% ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ആരും എന്നെ പൊങ്കാലിടാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നിയ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ സഹായിക്കേണ്ടവർക്ക് സഹായിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.